അങ്ങനെ അവസാനം ശ്വേതാ മേനോനും പടിയിറങ്ങി. ആ ഒരു അമ്മയുടെ പെൺപട മുഴുവനായുമാണ് രാജിവെച്ചിട്ടുള്ളത്. മറ്റ് ഭാഷയിലുള്ള അന്യഭാഷയിലുള്ള സിനിമാ മേഖലയെല്ലാം അസൂയയോടെ നോക്കിയിരുന്ന ഒരു താരസംഘടനയാണ് അമ്മ. അന്ന് പലരും പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഇങ്ങനെ ഒരു താരസംഘടന ഇത്ര മികച്ച രീതിയിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നതെന്ന്. പലരും പറഞ്ഞ് അല്ലെങ്കിൽ അസൂയയോടെ നോക്കിയ താരസംഘടനയാണ് ഇപ്പോൾ തമ്മിലടിച്ച് പിരിഞ്ഞ് 17 അംഗങ്ങളും രാജിവെച്ചിട്ടുള്ളത്. നമുക്കറിയാം അതിജീവിതയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടാണ് അമ്മയിൽ ഈ ഒരു പൊട്ടിത്തെറി ആദ്യമായി ഉണ്ടാവുന്നത്. അമ്മ പ്രസിഡന്റ് ആയിട്ടുള്ള മോഹൻലാൽ ഉൾപ്പെടുന്ന സംഘം മുഴുവനും രാജിവെക്കേണ്ട സ്ഥിതിയിലേക്ക് വന്നത് ആ ഒരു തുടക്കത്തിലാണ്. ഇപ്പോൾ ശ്വേതാ മേനോനും ദാ അത് തന്നെ പറഞ്ഞിരിക്കുന്നു. അതിജീവിതമാരെ എപ്പോഴും അകറ്റി നിർത്തുന്നതാണ് അമ്മയുടെ സ്വഭാവമെന്ന്. തനിക്കെതിരെ അവിശ്വാസ പ്രമേയം രഹസ്യമായി തയ്യാറാക്കിയെന്ന്. ഇങ്ങനെ വീണ്ടും ഒരുപിടി ആരോപണങ്ങൾക്ക് തിരികൊളുത്തിയിട്ടാണ് ശ്വേതാ മേനോൻ അമ്മയുടെ പടിയിറങ്ങിയിരിക്കുന്നത്. താൻ ഇനിയും മാധ്യമങ്ങളെ കാണാൻ വരും. ഇപ്പോൾ താൻ അമ്മയുടെ അംഗമല്ല. അതുകൊണ്ട് തന്നെ തനിക്ക് പറയാനുള്ളതെല്ലാം താൻ ഇനി വിളിച്ചു പറയുമെന്ന വലിയൊരു ബോംബ് കൂടിയാണ് ശ്വേതാ മേനോൻ പൊട്ടിച്ചിട്ടുള്ളത്. ആരെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ശ്വേതാ മേനോൻ ഈ പറഞ്ഞിട്ടുള്ളത്? ഈ 17 അംഗങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിൽ പ്രധാനമായും ഈ അമ്മയിലെ ഇപ്പോൾ നടന്നിട്ടുള്ള പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത് അമ്മയിലെ ഒരു ജീവനക്കാരിയെ യാതൊരു കാരണവുമില്ലാതെ പറഞ്ഞു വിട്ട അല്ലെങ്കിൽ പിരിച്ചുവിട്ട ആ ഒരു കേസിലാണ്. അതുല്യയുടെ കേസിലാണ് ആദ്യമായിട്ട് അമ്മയ്ക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു വരുന്നത്. അതിൽ കുക്കു പരമേശ്വരൻ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ട്രഷറർ ആയിട്ടുള്ള ഉണ്ണി ശിവപാൽ ഉൾപ്പെടുന്ന ആ ഒരു സംഘത്തെ ആയിരുന്നു പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ കുക്കു പരമേശ്വരനിലും ഉണ്ണി ശിവപാലിലും ഒക്കെ മാത്രം നിന്നിരുന്ന അല്ലെങ്കിൽ ശ്വേതാ മേനോനെ സംബന്ധിച്ച് ആകെ പറഞ്ഞിട്ടുള്ളത് ശ്വേതാ മേനോൻ ഇതൊന്നും അറിയുന്നില്ല, എന്താണ് അമ്മയിൽ നടക്കുന്നതെന്ന് അമ്മയുടെ പ്രസിഡന്റ് അറിയുന്നില്ല എന്നൊരു പ്രധാന ആരോപണം മാത്രമായിരുന്നു. പിന്നീടാണ് അൻസിബയുടെ രാജിവെക്കുന്നത്. അൻസിബ രാജിവെക്കുന്നത് പേഴ്സണൽ പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമാണെന്ന് അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള തിരക്കുകൾ കൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയ ശ്വേതാ മേനോന്റെ തലക്കിലേക്ക് പിന്നീട് ഒരു പിടി ആരോപണങ്ങളാണ് കൊണ്ടുവരുന്നത്. അതിനകത്തേക്ക് ലക്ഷ്മിപ്രിയ വരുന്നു, പിന്നീട് ടിനി ടോം വരുന്നു, നീന കുറുപ്പ് വരുന്നു, മാലാ പാർവതി ഉൾപ്പെടുന്ന ഒരു വിഭാഗം ഇങ്ങനെ രണ്ട് സംഘങ്ങളായി മാറുന്നു. അങ്ങനെ അമ്മയ്ക്കകത്തെ പൊരിഞ്ഞ അടിയാണ് അല്ലെങ്കിൽ ആ ഒരു അടിയുടെ ഭാഗമായി ഇപ്പോൾ കൃത്യമായി അമ്മയിലെ വിഷയങ്ങൾ എങ്ങനെ പുറത്തു പോകുന്നു, അമ്മയിലെ ഗ്രൂപ്പുകളിൽ പോലും വരുന്ന മെസ്സേജുകൾ കൃത്യമായി പുറത്തേക്ക് വിടുന്നു. അല്ലെങ്കിൽ അമ്മയ്ക്കകത്തെ ആ ഒരു സ്വകാര്യത നഷ്ടപ്പെട്ടു. ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, ഇതെല്ലാം ചർച്ച ചെയ്ത് കൃത്യമായി പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ബോർഡ് മീറ്റിംഗ് തന്നെ കൂടുന്നത്. ശ്വേത പോലും മനസ്സിൽ ഇന്ന് രാജിവെക്കാമെന്ന് വിചാരിച്ചിട്ടൊന്നും ആയിരിക്കില്ല വന്നത്. വളരെ വികാരതീതയായി ആദ്യം രാവിലെ ഇവർ ബോർഡ് മീറ്റിംഗിന് കയറുന്നു. രാവിലെ മുതൽ എല്ലാ പ്രധാന താരരാജാക്കന്മാർ, മോഹൻലാൽ ഉൾപ്പെടുന്ന എല്ലാ താരരാജാക്കന്മാരും എല്ലാ അമ്മയുടെ പ്രധാന അംഗങ്ങൾ എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ മുതൽ ഉച്ചവരെ ഈ ഒരു വർഷത്തെ അല്ലെങ്കിൽ വരവ് ചെലവ് കണക്കുകളെല്ലാമായിട്ടാണ് ഒരു ഫയലൊക്കെ ആയിട്ടാണ് ശ്വേതാ മേനോൻ അമ്മയ്ക്കകത്തേക്ക് വരുന്നത്. നമുക്കറിയാം ഒന്ന് രണ്ട് ആളുകളുടെ കയ്യിൽ ഇങ്ങനെ ഫയലൊക്കെ നമ്മൾ കാണുന്നുള്ളൂ. അൻസിബയുടെ കയ്യിൽ ഒരു ഫയൽ കാണുന്നുണ്ടായിരുന്നു, പിന്നീട് ശ്വേതാ മേനോന്റെ കയ്യിൽ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട ചിലരുടെ കയ്യിൽ മാത്രമാണ് ഈ സംസാരിച്ച് നിൽക്കാനും തെളിവുകൾ ഉൾപ്പെടെ കാണിക്കാനുമായി അങ്ങനെ വളരെയധികം പ്രിപ്പയർ ചെയ്തിട്ടാണ്, തയ്യാറായിട്ട് തന്നെയാണ് ശ്വേതാ മേനോൻ അമ്മയിലേക്ക് കടക്കുന്നത്. അങ്ങനെ രാവിലെ മുതൽ ഉച്ചവരെ ഈ ഒരു മീറ്റിങ്ങിനകത്തിൽ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു. അപ്പോൾ ശ്വേതാ മേനോനെ കോർണർ ചെയ്യുകയാണ്. അങ്ങനെ കോർണർ ചെയ്തതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ആ ഒരു അവർ അവതരിപ്പിച്ച കണക്കുകൾ പ്രകാരം ഇത് ഒന്നും വ്യക്തമല്ല, വരവ് ചെലവ് കണക്കുകളൊന്നും വ്യക്തമല്ല, ഇതെന്താണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ടും വ്യക്തതയില്ല എന്ന രീതിയിൽ പരോക്ഷമായി തന്നെ ശ്വേതയ്ക്കെതിരെ പ്രതികരിക്കുന്നുണ്ട്. അതിൽ ഇടവേള ബാബു പ്രതികരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപിടി ആളുകൾ ശ്വേതയ്ക്കെതിരെ നിന്ന് സംസാരിക്കുന്നു. അങ്ങനെ എതിരെ നിന്ന് ശ്വേതയെ കോർണർ ചെയ്ത് സംസാരിച്ചതിന് ശേഷം പിന്നീട് ഉച്ച കഴിഞ്ഞതിന് ശേഷം ഇവർക്കെതിരെ ഒരു അവിശ്വാസ പ്രമേയം എല്ലാവരെയും കൊണ്ട് ഒപ്പിടിയിക്കുന്നു എന്ന് ശ്വേത പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു പ്രമേയമൊക്കെ ഒപ്പിടിച്ച് അതിനുശേഷം ഏകദേശം ശ്വേതയ്ക്ക് ആ ഒരു എന്താണ് നടക്കുന്നത് എന്നുള്ളത് ഇന്നായിരിക്കാം ചിലപ്പോൾ ശ്വേതയ്ക്ക് മനസ്സിലായിട്ടുള്ളത്. അങ്ങനെ ഉച്ച കഴിഞ്ഞിട്ട് വീണ്ടും ഇവർ കൂടുമ്പോൾ വളരെ ഒരു സിനിമാറ്റിക് സ്റ്റൈലിൽ ഒരു സിനിമ രീതിയിൽ തന്നെ ശ്വേത സ്റ്റേജിലേക്ക് കയറുകയാണ്. സ്റ്റേജിലേക്ക് കയറിയതിനു ശേഷം താൻ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നു എന്നാണ് ശ്വേത അറിയിക്കുന്നത്. ശ്വേത അത് അറിയിച്ചതിന് ശേഷമാണ് അമ്മയുടെ 17 അംഗങ്ങളും ഇപ്പോൾ ചുമതലകളുള്ള 17 അംഗങ്ങളും ഒരുമിച്ച് രാജിവെക്കുന്നത്. അപ്പോൾ ആദ്യം ശ്വേത തന്റെ പ്രശ്നം അല്ലെങ്കിൽ തനിക്കിനി തുടരാൻ സാധിക്കില്ല എന്ന രീതിയിൽ ആദ്യം ആവശ്യപ്പെടുന്നത് 45 ദിവസത്തെ സമയം ആവശ്യപ്പെടുന്നുണ്ട്.
ആദ്യം ഇവരുടെ കണക്കുകളൊന്നും ശരിയല്ല, അല്ലെങ്കിൽ വ്യക്തതയില്ല, ഇതിൽ ഒരുപാട് പോരായ്മകളുണ്ടെന്ന് ഓരോ അംഗങ്ങളും എടുത്തു കാണിക്കുന്ന സമയത്ത് ശ്വേത 45 ദിവസത്തെ സമയം ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അത് തരാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് ഒരു ന്യായമായ രീതിയല്ല. അങ്ങനെ ശ്വേതയെ കുറ്റപ്പെടുത്തുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷമാണ് ഉച്ച കഴിഞ്ഞിട്ട് ശ്വേത രാജി അറിയിക്കുന്നത്. രാജി അറിയിച്ചതിന് ശേഷം ശ്വേതയ്ക്ക് പിന്നാലെ അനുനയിപ്പിക്കാനായിട്ട് സിദ്ദിഖ് പോകുന്നുണ്ട്, ബാബുരാജ് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തീരുമാനം എടുക്കരുതെന്ന രീതിയിൽ ഒരു കൂട്ടം ആളുകൾ അങ്ങനെ സമാധാനിപ്പിക്കാൻ പോകുന്നുണ്ട്. ഒരുപക്ഷെ ശ്വേത അല്ലെങ്കിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുമോ എന്നുള്ള ഭയം കൊണ്ടായിരിക്കാം. കാരണം നമുക്ക് ഇപ്പോൾ അറിയാം, ശ്വേത മേനോൻ മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് ആ ഒരു ഭയമാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അവർ കുറെ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. തന്നെ കോർണർ ചെയ്യുന്ന ആളുകളൊന്ന് ആലോചിക്കണം. ഈ സെപ്റ്റംബർ മുതലാണ് ഇവർ കയറിയിട്ടുള്ളത് പ്രസിഡന്റായിട്ട്. അപ്പോൾ അന്ന് മുതലുള്ള ഇവരുടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇവര് ഉൾപ്പെട്ടിട്ടുള്ള ഇവർക്കറിയാവുന്ന കൃത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ കൃത്യമായി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ബാബുരാജ് ഉൾപ്പെടുന്ന സംഘം ഇരുന്ന സമയത്ത് അത്ര അങ്ങ് വെടുപ്പായിരുന്നില്ല. ഒന്നും കൃത്യമായിരുന്നില്ല. ഒരുപാട് അല്ലാത്ത ഇടപാടുകൾ, അല്ലെങ്കിൽ കൃത്യതയല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ, തെറ്റായ രീതിയിൽ തെറ്റായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ശ്വേത പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഇതുകൊണ്ട് തന്നെയായിരിക്കും ബാബുരാജ് ഉൾപ്പെടുന്ന സംഘം ശ്വേതയെ സമാധാനിപ്പിക്കാനായി പിന്നാലെ പോകുന്നത്. അപ്പോൾ ഒന്ന് ആലോചിക്കണം, ഈ ബാബുരാജ് ഉൾപ്പെടുന്ന സംഘം എന്ന് പറയുന്നത് മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരു സമയത്തുള്ള ഒരു സംഘാംഗങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് ശ്വേത പറഞ്ഞിട്ടുള്ളത്. അതിൽ പ്രസിഡന്റിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ബാബുരാജിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഉണ്ണി ശിവപാൽ ഈ ട്രഷററാണ്, ഇയാൾക്കാണ് കൃത്യമായിട്ട് അമ്മയിലേക്ക് വരുന്ന എമൗണ്ടുകളുടെയും അതുപോലെ തന്നെ വരവ് ചെലവ് കണക്കുകൾ, എത്ര തുക വരുന്നുണ്ട്, ഈ തുകകളൊക്കെ എവിടെ നിന്നാണ് വരുന്നത്, സ്രോതസ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ട്രഷററാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഉണ്ണി ശിവപാൽ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. ഉണ്ണി ശിവപാലിനെ പറ്റി പറയുകയാണെങ്കിൽ, ഈ ഉണ്ണി ശിവപാലിന് നേരെ ഒരു ആരോപണം ഉണ്ടായ സമയത്ത് ഇയാളുടെ വാക്ക് കേട്ടില്ല എന്ന് ഒരു പ്രധാന കാര്യം ഇയാൾ വന്ന് കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ണി ശിവപാൽ പുറത്തായിരുന്നു, അയാൾ ദുബായിൽ നിന്ന് വന്നു. പക്ഷെ അമ്മയുടെ ഈ ഒരു ബോർഡ് മീറ്റിംഗിലേക്ക് അയാൾ എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ശ്വേത പറയുന്നുണ്ട്, ഇയാൾ ട്രഷററാണ് ഇതൊക്കെ നോക്കുന്നത്, അപ്പൊ ട്രഷററുടെ ഭാഗത്തു നിന്നാണ് ഇതൊക്കെ കൃത്യമായി രേഖപ്പെടുത്തേണ്ടത്, അയാൾ ഇന്ന് വന്നിട്ടില്ല. അപ്പോൾ ശ്വേതയെ ഒറ്റയ്ക്ക് കോർണർ ചെയ്യുന്നു. പിന്നീട് ശ്വേത പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്. കുറച്ച് സ്ത്രീകൾ നേരത്തെ സംസാരിച്ചിരുന്ന വിഷയം ശരിയായിരുന്നുവെന്ന് തനിക്കിപ്പോ ബോധ്യപ്പെട്ടു. ആരായിരുന്നു ആ കുറച്ച് സ്ത്രീകൾ? WCC, നമ്മുടെ അതിജീവിതയുടെ വിഷയം ഉണ്ടായ സമയത്ത് അമ്മയിൽ നിന്ന് പിണങ്ങി ഇറങ്ങി പോയിട്ടുള്ള ഒരു 5 അംഗ 6 അംഗ സ്ത്രീകൾ ഉണ്ടായിരുന്നു. ആ സ്ത്രീകളെ പറ്റിയിട്ടാണ് ശ്വേതാ മേനോൻ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അന്ന് അമ്മ ഒറ്റക്കെട്ടാണ്, അല്ലെങ്കിൽ അമ്മയിൽ പ്രശ്നങ്ങളൊന്നുമില്ല, അമ്മ ഇത്തരം, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കുറച്ചുകൂടെ പ്രാധാന്യം നൽകുന്നതാണ് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ശ്വേതാ മേനോനെ അമ്മയുടെ പ്രസിഡന്റ് ആക്കിയതെന്ന് ശ്വേത തന്നെ ഇപ്പൊ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ശ്വേത പറഞ്ഞിരിക്കുന്ന നിലപാട്, അന്ന് ആ സ്ത്രീകൾ പറഞ്ഞിട്ടുള്ളത് കൃത്യമായിരുന്നു എന്ന് തനിക്കിന്ന് മനസ്സിലായി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നും അതിജീവിതമാരെ തള്ളിപ്പറയുക, അല്ലെങ്കിൽ അതിജീവിതമാരോടൊപ്പം നിൽക്കുക എന്ന നിലപാട് അമ്മ സ്വീകരിക്കുന്നില്ല എന്ന് ശ്വേതാ മേനോൻ എടുത്തു പറഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ അന്ന് ശ്വേത പറയുന്നുണ്ട്, അമ്മയ്ക്കകത്തെ സ്വീകാര്യത, അല്ലെങ്കിൽ ആ ഒരു പ്രൈവസികൾ, അകത്ത കാര്യങ്ങൾ പുറത്തേക്ക് വന്ന് പറയരുത് എന്നുള്ള ഒരു നിലപാട് താൻ സ്വീകരിച്ചത് കൊണ്ട് മാത്രമാണ് അമ്മയ്ക്കകത്ത് നടന്നിരുന്നുള്ള പല കാര്യങ്ങളും താൻ തുറന്നു പറയാതിരുന്നത്. പക്ഷെ ഇപ്പോൾ താൻ അംഗമല്ലാത്തത് കൊണ്ട് തന്നെ തനിക്കിനി തുറന്നു പറയാം എന്നൊരു നിലപാട് സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം അന്ന് അതിജീവിതയ്ക്ക് മേൽ, അല്ലെങ്കിൽ ഈ നടിയെ ആക്രമിക്കപ്പെട്ട ഒരു കേസ് ഉണ്ടാവുന്നു. അതിനുശേഷം അതിജീവിതയ്ക്ക് വേണ്ടി അവൾക്കൊപ്പം ക്യാമ്പയിൻ ഉണ്ടാവുന്നു. അങ്ങനെ അമ്മയിൽ നിന്ന് നീതി കിട്ടില്ല എന്ന് ഉറപ്പായപ്പോൾ, അമ്മയുടെ നീതി എടുക്കുന്ന രീതി ശരിയല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ, അന്ന് അമ്മ വിട്ടിറങ്ങിയ സ്ത്രീകൾ ശരിയായിരുന്നു എന്ന് ഇന്ന് ശ്വേതാ മേനോൻ സമ്മതിച്ചിരിക്കുകയാണ്. ഇനി ഈ നിലപാട് മാറ്റുമോ ഇല്ലയോ എന്നും അറിയില്ല. ഇത് വളച്ച് മറ്റേതെങ്കിലും രീതിയിൽ പറയുമോ, അല്ലെങ്കിൽ ഇവരെ സ്വാധീനിക്കുമോ എന്നും അറിയില്ല. ഇതുവരെ ശ്വേതയുടെ നിലപാട് ഇതാണ്, അന്ന് ആ സ്ത്രീകൾ പറഞ്ഞത് ശരിയായിരുന്നു എന്നുള്ള നിലപാടിലാണ് ശ്വേത ഇന്ന് പടിയിറങ്ങുന്നത്. അതുപോലെ തന്നെ അവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ ചെറുതല്ലാത്തതാണ്. അപ്പൊ എന്താണ് ഈ അമ്മയ്ക്കുള്ളിൽ നടക്കുന്നത്? എത്രയധികം പറഞ്ഞു പഠിപ്പിച്ചു കഴിഞ്ഞാലും, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നേരെ കൊണ്ടുപോകാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അമ്മ നേരെ പോകില്ല. ഉള്ള അംഗങ്ങൾ എപ്പോഴും അതിജീവിതമാർക്കൊപ്പമല്ല നിൽക്കുന്നത്, അതിജീവിതമാർക്ക് എതിരെയാണ് നിൽക്കുന്നത് എന്നൊരു നിലപാട്, അല്ലെങ്കിൽ എന്ന ഒരു സത്യാവസ്ഥ കൂടിയാണ് ശ്വേതാ മേനോൻ ഇപ്പൊ തുറന്നു കാണിച്ചിട്ടുള്ളത്. അതിൽ ഈ അതുല്യ എന്ന ജീവനക്കാരിയുടെ ഒരു പ്രശ്നം തുടക്കമായെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ അംഗങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നിൽ നിന്ന് കുത്തുന്ന ശ്വേതയെ ഒരുപാട് കട്ടപ്പന്മാരാണ് ഇപ്പൊ ശ്വേതയ്ക്ക് നല്ല രീതിയിൽ ഒരു പണി കൊടുത്തിട്ടുള്ളത്. കാരണം ഒരു
രാജി എന്ന് പറയുന്ന ഒരു സെക്കൻഡറി ആയിരുന്നു. പെട്ടെന്ന് ഇന്നൊരു നിമിഷം കൊണ്ട് ഇന്ന് എടുക്കാമെന്നുള്ള ഒരു നിലപാടിലായിരിക്കില്ല ശ്വേത വന്നിട്ടുള്ളത്. അത് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാവുന്നുണ്ട്. വളരെ വികാരാതീതമായി അവർക്ക് അങ്ങനെ ഒരു പ്രശ്നം നേരിട്ടപ്പോഴാണ് ഇങ്ങനെ ഒരു രാജിയിലേക്ക് പോകുന്നത്. ഇനി അറിയേണ്ടതുണ്ട് ആ ഒരു ആരൊക്കെയാണ് ഇത്തരത്തിലുള്ള അമ്മയ്ക്കകത്തൊക്കെ എന്താണ് ശരിക്കും നടക്കുന്നത്? ആരാണ് അതിജീവിതമാർ? ശ്വേതാ മേനോൻ മറ്റു ചില ആരോപണങ്ങൾ കൂടെ പറയുന്നുണ്ട്. ഈ മതം, ജാതി അങ്ങനെയൊക്കെ ചേർത്ത് പറയുന്നുണ്ട്. അതിന്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് ശ്വേത പ്രതികരിച്ചിട്ടില്ല. ഇതൊക്കെ അമ്മയ്ക്കകത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ മാത്രമാണ്. പക്ഷെ ശ്വേത പ്രതികരിച്ചിട്ടുള്ള ഇത്രയധികം കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും, അമ്മയ്ക്കകത്ത് നടക്കുന്നത് അത്ര അങ്ങ് വെടിപ്പായിട്ടുള്ള കാര്യങ്ങളല്ല. ഇതിൽ കൂടുതൽ വെടിപ്പല്ലാത്ത കുറച്ചധികം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇത് വ്യക്തമായി അറിയാവുന്ന കാലയളവിലായിട്ട് അമ്മയിൽ പ്രവർത്തിക്കുന്ന ശ്വേതാ മേനോൻ ഇനി പലതും വിളിച്ചു പറയുമെന്ന് തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവരുടെ വ്യക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ വരുമ്പോഴറിയാം ഇനി WCCയുടെ ഭാഗത്തു നിന്നോ, അല്ലെങ്കിൽ അവർക്ക് ഇത്രയും നാളും അവരെ എതിരെ പറഞ്ഞ, അല്ലെങ്കിൽ അത്ര വലിയ കാര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞിരുന്ന ഒരു സ്ത്രീ കൂടെയാണ്, ഒരു നടി കൂടെയാണ് ശ്വേതയാണ് ഇപ്പോൾ അവരും ശരിയായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അവരുടെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടാകുമോ എന്നറിയാം. ഇനി ആരാണ് അമ്മയെ എന്ന് നയിക്കാൻ പോകുന്നത്? ഇപ്പോൾ നാഥയില്ലാത്ത ഒരു കളരിയായിട്ട് തന്നെയാണ് അമ്മ കിടക്കുന്നത്. ഇനി അതിലെ നയിക്കാൻ ആരെങ്കിലും വരുമോ? ഇനി പുതിയ വോട്ട് സംവിധാനം ഉണ്ടാവും? ഇനി ശ്വേതയെ തന്നെ തിരിച്ചു കൊണ്ടുവരുമോ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അമ്മയിൽ നടക്കുന്നുണ്ട്. ഇനി അകത്ത് നമ്മൾ അറിയാത്ത കുറെ കഥകളുണ്ട്. ആ കഥകൾ ഇപ്പോൾ രാജിവെച്ച 17 അംഗങ്ങൾ വിളിച്ചു പറയുമോ എന്നുള്ള വലിയൊരു ചോദ്യം കൂടെ അമ്മയുടെ ഈ ഒരു അവസാന നിമിഷങ്ങളിൽ, അല്ലെങ്കിൽ അമ്മയുടെ സംഘടനയുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങളുടെ അവസാന നിമിഷങ്ങളിൽ സംശയങ്ങളായിട്ട് നിഴലിക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഇനി ഉത്തരങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും.